മത്തങ്ങ മധുരത്തിൽ വിളയിച്ചെടുത്തത് ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റാണ്. ഒരുപാട് റിസ്ക് പിടിച്ച പണിയൊന്നുമില്ല. നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മത്തങ്ങ പായസം വെക്കും, അത് വേറെ. ഇത് നമ്മൾ വിളയിച്ചെടുക്കുകയാണ്, മധുരത്തിൽ വിളയിച്ചെടുക്കുന്ന നല്ല മത്തങ്ങയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതിൻ്റെ കുരുവൊക്കെ ആദ്യം കളഞ്ഞ് വെക്കുകയാണ്. കുരു കളഞ്ഞതിന് ശേഷം ചെറിയ പീസാക്കി തോലരിഞ്ഞ് ചെറിയ പീസാക്കി എടുക്കാം. പിന്നെ നമുക്കിത് രണ്ട് രീതിയിൽ വെക്കാം. ചെറുങ്ങനെ വെള്ളമൊഴിച്ച് വേവിച്ചിട്ടും ഉണ്ടാക്കാം. മിക്സിയിൽ അടിച്ചിട്ട് ഇതിനെ ചെറിയ ആക്കിയിട്ട് നമ്മൾ മധുരത്തിൽ വിളയിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ ഞാൻ ചെയ്തിരിക്കുന്നത് ഒരു മിക്സിയിൽ അടിച്ചു കൊണ്ടുവന്നിട്ട് ചെയ്യാണ്. ഒരു മിക്സിയിൽ നല്ല വൃത്തിയിൽ നമ്മളിത് അടിച്ചെടുക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. തൊലി കളഞ്ഞ് അടിച്ചെടുക്കുക, അതിൻ്റെ കുരുവും കളയണം. അപ്പം അതിന് ശേഷം നമ്മൾ ഒരു 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചതിന് ശേഷം ആ നെയ്യിൻ്റെ അകത്ത് മാത്രം ഇതിനെ ഒന്ന് ഇങ്ങനെ മൂപ്പിച്ചെടുക്കലാണ്. അതിന് ശേഷം ചെറിയ തീയിൽ അടച്ച് വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് നേരത്തോളം ഇത് വേവിച്ചെടുക്കണം. ആ വേവിച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് അരിപ്പൊടിയാണ് വറുത്തിട്ട് ചേർക്കുന്നത്. അരിപ്പൊടി വറുത്ത് ചേർക്കുകയാണ്. അതിന് ശേഷം മധുരം അല്ലെങ്കിൽ അതൊരു ശർക്കര പാനി ഉപയോഗിക്കുന്നതാണ്. പിന്നെ അല്പം ജീരകവും ഒരു ഏലക്കാപ്പൊടിയും കൂടി ഇതിൻ്റെ അകത്തേക്ക് മിക്സ് ചെയ്യുമ്പോൾ അതിന് കുറച്ചും കൂടെ മണം ഉണ്ടാവും. അപ്പോൾ ഒരു നല്ല രീതിയിൽ ഇത് വെന്ത് ഉടഞ്ഞ് അതിനൊരു സമയം വേണം. 20-25 മിനിറ്റോളം ഇത് അടുപ്പ് നല്ല രീതിയിൽ വെന്തുടഞ്ഞ് ആ ഒരു നെയ്യിൻ്റെ അകത്ത് വരട്ടി വന്ന്, പിന്നെ ഈ പുട്ടുപൊടിയാണ് ഞാൻ ഇതിൻ്റെ അകത്ത് എടുത്തിരിക്കുന്നത്. ഇത് വറക്കലാണ്. നല്ല രീതിയിലൊന്ന് ചുമന്നാകുന്നവരെ വറുത്തെടുത്ത് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യുകയാണ്. അതിനൊപ്പം മധുരവും കൂടെ വരുമ്പോൾ ഇത് വളരെ നല്ല സൂപ്പറായിട്ടുള്ള ഒരു പലഹാരമായിട്ടോ 4 മണി പലഹാരമായിട്ടോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. പെട്ടെന്നൊന്നും പോയി പോകുന്നില്ല. നമുക്കൊരു ഡബ്ബയിൽ ഇത് അടച്ചു വെക്കാം, അല്ലെങ്കിൽ ഒരു നല്ലൊരു കുപ്പിപ്പാത്രം എവിടെയെങ്കിലും പാത്രത്തിൽ സ്റ്റോർ ചെയ്ത് സൂക്ഷിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ്. അപ്പം ഇത് പാകമായത് കാണാൻ വേണ്ടിയിട്ട് ഇതിൽ ലാസ്റ്റ് ഒരു നെയ്യ് ഭാഗം മേലേക്ക് ഇങ്ങനെ പൊന്തി നിൽക്കും. അതായത് മറ്റുള്ള ഭാഗങ്ങൾ നമ്മൾ ഒലീച്ച മുട്ടായൊക്കെ ഉണ്ടാകുന്ന സ്റ്റൈലിൽ നല്ലൊരു പായസം കണക്കെ, എന്ന പായസമല്ല താനും, നല്ല വൃത്തിയിൽ ലേശം നെയ്യ് എത്രത്തോളം ചേർക്കുമ്പോൾ ആ നെയ്യിൻ്റെ ടേസ്റ്റും കൂടെ വരുമ്പോഴാണ് അത് നല്ലൊരു മധുരവും മണവും ഗുണവും ഒക്കെ വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഒരു വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതിൻ്റെ ലാസ്റ്റ് ഭാഗം ഏതാണ്ടല്ലേ, ഏതാണ്ട് നമ്മുടെ ഒരു അലുവേൻ്റെയൊക്കെ ടേസ്റ്റിൽ, ഒരു അലുവേൻ്റെയൊക്കെ അല്ലെങ്കിൽ ഒരു കിണത്തപ്പം അതിൻ്റെയൊക്കെ മോഡലായിട്ട് വരും. നമ്മളിപ്പോൾ ഏത് പാത്രത്തിലാണോ വെക്കുന്നത് ആ ഒരു ഷേപ്പിൽ നമുക്കിതിനെ ഇത് ഞാനൊരു ചെറിയ ഒരു ടിഫിൻ്റെ അകത്തേക്ക് മാറ്റിയപ്പോൾ അതിന് ആ ഒരു ടേസ്റ്റായി. ഇത്രയൊക്കെയുള്ള വീഡിയോ.